യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതെയാണ് അവസാനിച്ചത്. പ്രധാന വിഷയങ്ങളായ വെടിനിർത്തൽ, ഭൂമി വിട്ടുകൊടുക്കൽ എന്നിവയിൽ ധാരണയില്ലെങ്കിലും ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്ന് ട്രംപ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും റഷ്യയുമായി നേരിട്ടുള്ള സംഭാഷണത്തിന് സെലൻസ്കി തയ്യാറാണെന്നും കൂടിക്കാഴ്ചയിൽ സൂചിപ്പിച്ചു. ന്യൂയോർക്കിൽ നടന്ന ഈ നിർണായക കൂടിക്കാഴ്ചയിൽ വെടിനിർത്തൽ സംബന്ധിച്ച കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഇരു നേതാക്കൾക്കും കഴിഞ്ഞില്ല. എന്നിരുന്നാലും ചർച്ചയുടെ ഫലമായി സമാധാനത്തിനുള്ള സാധ്യതകൾ സജീവമായി നിലനിർത്താൻ സാധിച്ചുവെന്ന് ട്രംപ് അവകാശപ്പെട്ടു. യുക്രൈന് നാറ്റോയിൽ അംഗത്വം നൽകില്ലെങ്കിലും അവർക്ക് സുരക്ഷാ ഉറപ്പുകൾ നൽകാൻ അമേരിക്ക തയ്യാറാണെന്ന് ട്രംപ് വ്യക്തമാക്കി. കൂടാതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ സുരക്ഷാ ഉറപ്പുകൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് താൻ വിശ്വസിക്കുന്നതായും ട്രംപ് അഭിപ്രായപ്പെട്ടു. ഇതിനു മുന്നോടിയായി ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് നാറ്റോ ശൈലിയിലുള്ള സംരക്ഷണങ്ങൾ യുക്രൈന് നൽകുന്നതിന് പുടിൻ സമ്മതം അറിയിച്ചതായി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. യുക്രൈനിന് തന്ത്രപ്രധാനമായ ചില പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ് അറിയിച്ചു.